കാസർഗോഡ് കാഞ്ഞങ്ങാട് യുവതിയെ വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ യുവതി കോടതിയെ സമീപിച്ചു. 20 പവൻ സ്വർണം തിരികെ നൽകണമെന്നും ജീവനാംശം നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹോസ്ദുർഗ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1-ലാണ് ഹർജി നൽകിയിട്ടുള്ളത്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, കാഞ്ഞങ്ങാട് യുവതിയെ വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവം, അതിൽ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ യുവതി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ. നമുക്കറിയാൻ സാധിച്ചത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട യുവതി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. യുവതി പ്രധാനമായും പറയുന്നത് ഭർത്താവിനും കുടുംബത്തിനും എതിരെയാണ് യുവതി കോടതിയെ സമീപിച്ചിട്ടുള്ളത്. 20 പവൻ സ്വർണം യുവതി വിവാഹ സമയത്ത് നൽകിയിട്ടുണ്ട്. ഈ 20 പവൻ സ്വർണം തിരികെ നൽകണം, അതോടൊപ്പം തന്നെ ജീവനാംശം നൽകണമെന്ന ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഹോസ്ദുർഗ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1-ആണ് ഇന്ന് ഹർജി പരിഗണിക്കുന്നത്. കൂടാതെ തന്നെ ഈ പരാതിയിൽ പോലീസ് ഇന്ന് യുവതിയുടെ മൊഴിയെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വിവാഹത്തിന് മുൻപ് 50 പവൻ സ്വർണമാണ് ശ്രീധരമായി ഇവർ ആവശ്യപ്പെട്ടത്. എന്നാൽ 20 പവൻ സ്വർണമാണ് ആ സമയത്ത് ഇവർ നൽകിയത് എന്നും യുവതി പറയുന്നു. അന്നു മുതൽ തുടങ്ങിയതാണ്, അതായത് ഈ കുടുംബത്തിൽ ഈ സ്വർണം കൊണ്ടുവന്നത് കുറഞ്ഞു എന്ന് ആരോപിച്ച് അന്നു മുതൽ യുവതിക്ക് നിരന്തര പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്നതാണ് യുവതി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട യുവതിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. യുവതി നൽകിയ ഹർജി ഹോസ്ദുർഗ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1-ൽ ഇന്ന് പരിഗണിക്കുമെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ശരി ദിസ്ന, കാസർഗോഡ് കാഞ്ഞങ്ങാട് യുവതിയെ വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ യുവതി കോടതിയെ സമീപിച്ചു. 20 പവൻ സ്വർണം തിരികെ നൽകണമെന്നും ജീവനാംശം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.